എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മുളക് പൊടിയൊന്നും ചേർക്കാണ്ട് ഒരു അടിപൊളി നാരങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ താമസിക്കുന്നത് ജർമ്മനിയിലാണ്. ഇവിടെ നമുക്ക് ചെറിയ നാരങ്ങയൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഇവിടെ എളുപ്പത്തിൽ കിട്ടുന്ന ലെമൺ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് റെസിപ്പി ചെയ്യുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 4 ലെമണാണ്. കൂട്ടത്തിൽ 4 പച്ചമുളക്, 2 വലിയ അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കായം, പിന്നെ എണ്ണ വേണം, മസ്റ്റാർഡ് സീഡ്സ് വേണം, ഉലുവ വേണം, കറി ലീവ്സ് വേണം, ഉപ്പ്, പഞ്ചസാര, വിനാഗിരി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ ആദ്യം വേവിക്കാൻ വെക്കുക. ഈ നാരങ്ങ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതിയാവും. കാരണം ആ ഫ്ലഷ് ഒന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് റെഡി ചെയ്യുന്നതെന്ന് അർത്ഥം. അതിനുശേഷം നമുക്കത് അരിഞ്ഞ് വെക്കാം. അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുപ്പത്തൊരു പാൻ വെക്കുക, അതിൽ എണ്ണ ഒഴിക്കുക, കടുവും ഉലുവയും കറിവേപ്പിലയും കൂടി ഇട്ട് പൊടിക്കുക. ഇത് ഒരു 1/2 കപ്പ് തിളപ്പിച്ചാച്ചിയ വെള്ളവും അതിൻ്റെ കൂട്ടത്തിൽ 1/2 കപ്പ് വിനാഗിരിയാണ്. ഈ വെള്ളമാണ് നമ്മൾ ഈ അച്ചാർ ആയതിനു ശേഷം അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ പാനിലേക്ക് ഇടാൻ പോവാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതെല്ലാം കൂടി ആ എണ്ണ മിക്സിലേക്ക് ഇടുകയാണ്. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരേക്കും അതിങ്ങനെ ഒന്ന് വഴറ്റണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ലെമൺ ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കായം ഇട്ടിട്ട്, ഞാൻ അതിന് മുന്നേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിൻ്റെതാണ് ആ മഞ്ഞ കളറ്. അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയി, മഞ്ഞൾപ്പൊടി ഇടുന്നത്. അപ്പോൾ ഇതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി യോജിപ്പിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആ കട്ടിത്തൊലി കളഞ്ഞിട്ടും ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ കയ്പ്പ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പം കുറച്ച് നാൾ വെക്കേണ്ടി വരില്ല ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ആ വിനാഗിരി, വാട്ടർ, ആ 2 മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ച് വെക്കുക കുറച്ച് സമയം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അടിപൊളി ടേസ്റ്റി ലെമൺ പിക്കിൾ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.